മല്ലയ്യ ജ്വല്ലേഴ്സ്, ഓട്ടുപാറ, വടക്കാഞ്ചേരി. ഫോൺ 04884 232. നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. 170-ാം ശ്രീനാരായണ ഗുരു ജയന്തി SNDP തലപ്പള്ളി യൂണിറ്റ് ആഭിമുഖ്യത്തിൽ ആചരിച്ചു. ജയന്തി ഘോഷയാത്ര ആര്യമ്പാടം സെന്ററിൽ നിന്ന് ആരംഭിച്ച് പാർലിക്കാട് നടരാജഗിരി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് ശ്രീനാരായണ ഹാളിൽ ഗുരുവർഷം 170-ാമത് ജയന്തി പൊതുസമ്മേളനം പ്രശസ്ത തോൽപ്പാവക്കൂത്ത് കലാകാരൻ പത്മശ്രീ രാമചന്ദ്ര പുലവർ ഉദ്ഘാടനം ചെയ്തു. നാരായണ ഗുരുദേവൻ എന്ന സ്ഥാനത്തിലേക്ക് അദ്ദേഹം എത്തപ്പെടുകയാണ്. അപ്പോൾ നാം ദിവസവും നാരായണായ എന്ന നാമം ജപിക്കുമ്പോഴും നാം അന്ന് ചെയ്തു പോകുന്നതായ പാപകർമ്മങ്ങൾക്ക് പരിഹാരമായിക്കൊണ്ടാണ് ആ നാരായണ ഗുരുദേവൻ ആ സ്ഥാനത്തിന് അർഹനായിക്കൊണ്ട് ആ കാലത്ത് 19-ാം നൂറ്റാണ്ട് കാലത്ത് അദ്ദേഹത്തിന് ആ നാമകരണം ചെയ്തിട്ടുള്ളൂ, നാരായണ ഗുരുദേവൻ എന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാമധേയം ഉച്ചരിക്കുകയും അദ്ദേഹത്തിൻ്റെ തത്വങ്ങളെയും ആശയങ്ങളെയും അദ്ദേഹത്തിൻ്റെ മഹത്വത്തെയും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നാം ജീവിക്കുക എന്ന ആശയത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ നമുക്കൊരു സംസ്കാരം ഉണ്ടാവുകയാണ്. മതമേതായാലും ശരി, മനുഷ്യൻ നന്നായാൽ മതി എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട തത്വം. ജാതിയില്ല, നമുക്ക് മതമില്ല, നാം എല്ലാം മനുഷ്യരാണ്, നാം ഒന്നാവുക എന്നൊരാശയമാണ് അദ്ദേഹം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ചടങ്ങിൽ ആദരവ്, വിദ്യാഭ്യാസ അവാർഡ് വിതരണവും സമ്മാനദാനവും നടന്നു. തലപ്പള്ളി SNDP യൂണിയൻ പ്രസിഡന്റ് MS ധർമ്മരാജൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ഐശ്വര്യ സുരേഷ് മുഖ്യ അതിഥിയായി. SNDP യൂണിയൻ സെക്രട്ടറി TR രാജേഷ്, യൂണിയൻ വൈസ് പ്രസിഡന്റ് PK ഭരതൻ, യോഗം ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ V ശിവദാസൻ, PA മുരളി, MK ബാബു, PG ബിനോയ്, KK ബിജു, KV രവി, അനിത ശശിധരൻ, TK വിനോദ്, യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളായ PM ദാസൻ, CR രാജൻ, ER ജയപ്രകാശൻ, ക്ഷേത്രം മേൽശാന്തി വിനു മഹോദയ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.